بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ അഹ്ഖാഫിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, 11-ാമത്തെ ആയത്ത് 12-ാമത്തെ ആയത്ത്, ومن قبله كتاب موسى إماما ورحمة وهذا كتاب مصدق لسانا عربيا لينذر الذين ظلموا وبشرى للمحسنين. ومن قبله ഇതിനു മുൻപ് അഥവാ ഖുർആനുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് കിതാബ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കിതാബ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്, അഥവാ തൗറാത്ത് അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ഇമാമ വറഹ്മ. എന്താണ് തൗറാത്തിൻ്റെ പ്രത്യേകത? ഇമാമൻ വറഹ്മ, അത് മാതൃകയാണ്, അത് കാരുണ്യമാണ്. വഹാദാ കിതാബും മുസദ്ദിഖുൽ ലിസാനൻ അറബിയ. ഇതാ ഈ കിതാബ്, ഈ ഗ്രന്ഥം ഖുർആൻ, മുസദ്ദിഖുൻ, പഴയ കിതാബുകളെ സത്യപ്പെടുത്തുന്ന, അതിലുള്ള കാര്യം ശരിവെക്കുന്ന ഗ്രന്ഥമാണ്. ലിസാനൻ അറബിയൻ, അറബി ഭാഷയിലുള്ള കിതാബ്. ലിയുൻദിറൽ ലദീന ളലമു, അക്രമികളായ ആളുകളെ താക്കീത് നൽകുവാൻ. വബുശ്റാ ലിൽ മുഹ്സിനീൻ, നന്മയുടെ ആളുകൾക്ക് സന്തോഷവാർത്തയായിക്കൊണ്ടുമുള്ള കിതാബാണിത്. അള്ളാഹു തൗറാത്തിനെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു ഇമാമൻ വറഹ്മ, അത് മാതൃകയാണ്, അതുപോലെ കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്താണ് അവൻ ജനങ്ങൾക്ക് നേരായ മാർഗം പഠിപ്പിക്കാൻ കിതാബുകൾ അവതരിപ്പിക്കുകയും നബിമാരെ നിയോഗിക്കുകയും ചെയ്യുക എന്നത്. അതുകൊണ്ടാണ് റഹ്മത്ത് എന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വഹാദ, ഇതാ ഈ ഇത് കിതാബുൻ, ഇതൊരു കിതാബാണ്. എങ്ങനെയുള്ള കിതാബാണിത്? മുസദ്ദിഖുൻ, ഇത് സത്യപ്പെടുത്തുന്ന കിതാബാണ്. അഥവാ പഴയ കിതാബുകളിൽ വന്നിട്ടുള്ള, അള്ളാഹു ആ കിതാബുകളിൽ അവതരിപ്പിച്ച കാര്യമേതോ അതിന് ഒരിക്കലും എതിരല്ല ഖുർആൻ, മറിച്ച് ആ കാര്യങ്ങളെ സത്യപ്പെടുത്തുകയാണ് ഖുർആൻ ചെയ്യുന്നത്. കാരണം അത് രണ്ടും അള്ളാഹു അവതരിപ്പിച്ചതാണ്. ലിസാനൻ അറബിയൻ, ഇതിൻ്റെ പ്രത്യേകത, ഇത് ലിസാനൻ അറബിയൻ, അറബി ഭാഷയിലാണ് ഈ ഖുർആൻ വ്യക്തമായ സ്പഷ്ടമായ അറബി ഭാഷയിൽ. ലിയുൻദിറൽ ലദീന ളലമു, അക്രമികളായ ആളുകൾക്ക് താക്കീത് നൽകാനും, വബുശ്റാ ലിൽ മുഹ്സിനീൻ, നന്മയുടെ ആളുകൾക്ക്, മുഹ്സിനുകൾക്ക് സന്തോഷവാർത്തയായിക്കൊണ്ടും. ഇതിൽ താക്കീതുണ്ട്, അതുപോലെ സന്തോഷവാർത്തയുണ്ട്. ഇമാം ഇബ്നു കസീർ പറയുന്നു, മുഷ്തമിലുൻ അലൻ നിദാറതി ലിൽ കാഫിരീൻ വൽ ബിശാറതി ലിൽ മുഅ്മിനീൻ. കാഫിറുകളെ താക്കീത് ചെയ്യുന്നു, മുഅ്മിനുകളെ സന്തോഷവാർത്ത അള്ളാഹു അറിയിക്കുന്നു. അങ്ങനെയുള്ള കിതാബാണിത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ഉലൈക അസ്ഹാബുൽ ജന്നതി ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ആരാണോ ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുകയും, സുമ്മ ഇസ്തഖാമൂ, എന്നിട്ട് ഇസ്തിഖാമത്ത് കൈക്കൊള്ളുകയും ചെയ്തത്, അഥവാ ദീനിൽ നേരെ ചൊവ്വയെ നിലകൊള്ളുക, ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ മുഴുവൻ പാലിക്കുക, അതാണ് ഇസ്തിഖാമ. അങ്ങനെയുള്ളവർ ഫലാ ഖൗഫുൻ അലൈഹിം, അവർ ഭയപ്പെടേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗ്ഗക്കാർ. ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരായിരിക്കും. ജസാഅൻ, അത് പ്രതിഫലമാണ്. ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി തഖഫി ഏതുപേരുള്ള സഹാബി വന്ന് ഒരു ഉപദേശം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം, നീ പറയുക ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. സുമ്മ ഇസ്തഖിം, എന്നിട്ട് നീ നേരെ ചൊവ്വയെ നിലകൊള്ളുക. ആ സഹാബി നബിയോട് ചോദിച്ചു, നബിയെ, എന്താണ് താങ്കൾ എൻ്റെ കാര്യത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഹാദാ,
ഇതാണ് നിന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം. ഇസ്തിഖാമത്ത് അത് ദീനിൽ ഉറച്ചു നിൽക്കുക, ദീനിന്റെ നിയമങ്ങളെല്ലാം പാലിക്കുക എന്നതിന് സഹായിക്കുന്ന അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഒരാൾ തന്റെ നാവിനെ നേരെയാക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ നേരെയാവുകയില്ല, ഇസ്തിഖാമത്ത് വരികയില്ല, ഹത്താ യസ്തഖീമ ഖൽബുഹു, അവന്റെ ഹൃദയം ഖൽബിന് ഇസ്തിഖാമത്ത് ഉണ്ടാകുന്നതുവരെ, ഖൽബ് നേരെ ചൊവ്വേ ദീനിൽ നിലകൊള്ളുന്നതുവരെ. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു, അവന്റെ ഹൃദയം നേരെയാവുകയില്ല, നാവ് നേരെയാകുന്നതുവരെ. ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ് ഹൃദയവും നാവും. ഹൃദയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആദ്യം ഇസ്തിഖാമത്ത് വേണ്ടത്. ഇസ്തിഖാമത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഭാരിച്ച ഒരു കാര്യമാണ്. ഇസ്തിഖാമ ദീനിൽ എല്ലാത്തിലും നേരെ ചൊവ്വേ നിലകൊള്ളുക, ഏത് നിലപാടിലും ദീനിനോട് യോജിച്ച നിലപാട് സ്വീകരിക്കുക എന്നത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം വിളിച്ചും മുഅ്മിനുകളെ വേറെ തന്നെ വിളിച്ചും കൽപ്പിച്ച കാര്യമാണ് ഇസ്തിഖാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, സൂറത്ത് ഹൂദിൽ നമുക്ക് കാണാം, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ. ഫസ്തഖിം, നീ നേരെ ചൊവ്വേ നിലകൊള്ളുക. കമാ ഉമിർത, നീ കൽപ്പിക്കപ്പെട്ടത് എങ്ങനെയാണോ അതുപോലെ. വമൻ താബ മഅക, നിന്റെ കൂടെ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയവരും. അങ്ങനെ ദീനിൽ ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക. വലാ തത്ഗൗ, നിങ്ങൾ അതിരുവിടരുത്. അതുപോലെ സൂറത്തു ഫുസ്സിലത്തിൽ അല്ലാഹു മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂഹ്. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് നേരെ ചൊവ്വേ നിലകൊള്ളുക, ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക. വസ്തഗ്ഫിറൂഹ്, പാപമോചനം തേടുക. ഇസ്തിഖാമത്ത് ഭാരിച്ച ഒരു കാര്യമാണ്. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഷിബ്ത, അല്ലാഹുവിന്റെ റസൂലെ നരച്ചല്ലോ, നരബാധിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാന കാലത്ത് നരബാധിച്ചിരുന്നു, പക്ഷെ അത് വളരെ കുറച്ചായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതുപോലെ എണ്ണാൻ പറ്റുന്ന അത്രയും മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരബാധിച്ചിരുന്നുള്ളൂ. ചില റിവായത്തുകളിൽ കാണുന്നത് പോലെ 2 കണ്ണു മുതൽ ചെവി വരെയുള്ള ഭാഗത്ത്, തലഭാഗത്ത്, ആ ഭാഗത്ത് ഒരൽപ്പം, അതുപോലെ കീഴ്ത്താടിയുടെയും കീഴ്ചുണ്ടിന്റെയും ഇടയിലുള്ള ഒരു ഭാഗം, അവിടെ അല്പം, അതുപോലെ തലയിൽ ഒരൽപ്പം. ഇങ്ങനെ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരച്ചിട്ടുണ്ടായിരുന്നു. എത്രത്തോളം അവിടുന്ന് എണ്ണ പുരട്ടിയാൽ ആ നര കാണാതെയാവും, അത്രയും കുറച്ചു മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഷിബ്ത, നബിയെ നരച്ചല്ലോ. അപ്പോൾ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശയ്യബത്നി ഹൂദ് വഅഖവാതുഹാ, സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരും എന്നെ നരപ്പിച്ചു കളഞ്ഞു. ചില റിവായത്തുകളിൽ അതിന്റെ കൂടെയുള്ള സൂറത്തുകൾ പറഞ്ഞത് കാണാം. അതിന്റെ കൂടെ അമ്മ യതസാഅലൂൻ, ഇദാ ശംസു കുവിറത് തുടങ്ങിയ ഖിയാമത്ത് നാളിനെ കുറിച്ച് പരാമർശിക്കുന്ന സൂറത്തുകൾ, സൂറത്തുൽ വാഖിഅ പോലുള്ള സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ചില റിവായത്തുകളിലുള്ളത് ശയ്യബത്നി ഹൂദ് വഅഖവാതുഹാ, ഹൂദും അതിന്റെ സഹോദരിമാരും എന്നെ നരപ്പിച്ചു എന്നാണ്. പല പണ്ഡിതന്മാരും മുൻഗാമികളിൽ ചിലരും, ഇമാം ഖാദി ഇയാദ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് സൂറത്ത് ഹൂദിലെ ഈ കൽപ്പനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നരപ്പിച്ചത്. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ, നീ ദീനിൽ നേരെ ചൊവ്വേ നിലകൊള്ളുക, ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക. ഏറ്റവും ശരിയായ നിലപാട് അതാണ് ഇസ്തിഖാമ. അതിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷെ അത് സാധിക്കുക വളരെ പ്രയാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഖീമു വലൻ തുഹ്സു, നിങ്ങൾ ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക, പക്ഷെ അത് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇസ്തിഖാമത്ത് കൽപ്പിച്ചതിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ കൽപ്പിച്ചത്. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂഹു വവൈലുൽ ലിൽ മുശ്രിക്കീൻ. അതുപോലെ ആദ്യം പറഞ്ഞ ആയത്ത് നോക്കൂ, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക,
നീ എങ്ങനെയാണോ അള്ളാഹു കൽപ്പിച്ചത് അതുപോലെ നേരെ ചൊവ്വേ ദീനിൽ നിലകൊള്ളുക. വമൻ താബ മഅക്, നിന്റെ കൂടെ തൗബ ചെയ്തവരും. അവിടെയും തൗബ അള്ളാഹു സൂചിപ്പിക്കുന്നു, പാപമോചനം തേടുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ കൽപ്പിച്ച ദീനിൽ ഏറ്റവും കൃത്യമായ മാർഗം അത് സ്വീകരിക്കാനാണ് ഏതൊരാളും ശ്രമിക്കേണ്ടത്. അതിന് സാധിച്ചില്ലെങ്കിൽ അതിന്റെ അടുത്തേക്ക് എത്തിക്കാനെങ്കിലും നീ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സദ്ദിദു വഖാരിബു വഅബ്ശിറു, സദ്ദിദു ഏറ്റവും കൃത്യമായ ഉന്നത്തിലേക്ക് നീ നിന്റെ ഉന്നം അതിലായിരിക്കുക. വഖാരിബു അതിന്റെ അടുത്തെത്തിക്കുക. അടുത്തെത്തിക്കാനല്ല ശ്രമിക്കേണ്ടത്, ഏറ്റവും കൃത്യമായതിലേക്കാണ്. പക്ഷേ അടുത്തെങ്കിലും എത്തട്ടെ. വഅബ്ശിറു, സന്തോഷിച്ചോളൂ. അള്ളാഹുവിനോട് പാപമോചനം തേടുക. കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുക. അതിൽ എന്തെങ്കിലും സാധിക്കാത്ത വന്നാൽ സാധിക്കുന്നതും കൂടി ഇട്ടെറിഞ്ഞു പോകരുത്. മറിച്ച് അള്ളാഹുവിനോട് സഹായം തേടുക. ഇസ്തിഖാമ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ദീനിൽ നേരെ ചൊവ്വെ നിലകൊണ്ടവരാരോ ഫലാ ഖൗഫുൻ അലൈഹിം, അവർ ഭയപ്പെടേണ്ടി വരികയില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല. സൂറത്തു ഫുസ്സിലത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? അവരുടെ അരികിൽ മലായിക്കത്ത് മരണസമയത്ത് ഇറങ്ങി വരും. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. നിങ്ങൾ ദുഃഖിക്കണ്ട, ഭയപ്പെടണ്ട, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം മുഖേന സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മലായിക്കത്ത് അവരെ മരണസമയത്ത് സ്വീകരിക്കുമെന്നാണ്. എന്താണ് ദുഃഖിക്കണ്ടെന്ന് പറഞ്ഞാൽ? നമ്മുടെ നാടല്ലാത്ത മറ്റൊരു നാട്ടിലേക്ക് ഒരാൾ ചെന്നാൽ അയാൾക്ക് പൊതുവെ തോന്നുക രണ്ട് വികാരങ്ങളാണ് അയാൾക്കുണ്ടാവുക. ഒന്ന്, ചെന്നു ചേർന്ന നാടിനെ കുറിച്ചുള്ള ഭയം. എന്താണ് അവിടുത്തെ ആളുകളുടെ സ്ഥിതി, എന്താണ് അവിടെയുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടുള്ള ഭയം ഒരാൾക്കുണ്ടാകും. അതുപോലെ വിട്ടുപോന്ന തൻ്റെ നാടിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ഓർത്ത് ഒരു സങ്കടം, പ്രയാസം പുതിയൊരു ലോകത്തേക്ക് എത്തിയ ആൾക്ക്, പുതിയൊരു നാട്ടിലെത്തിയ ആൾക്കുണ്ടാകും. മരണത്തോടെ ഈ ദുനിയാവ് വിട്ടുപോകുന്ന മുഅ്മിനോട് മലായിക്കത്ത് പറയുകയാണ്, അല്ല തഖാഫു, ഭയപ്പെടേണ്ടതില്ല. പോകാനുള്ള ഈ എത്തിയിട്ടുള്ള പരലോക ഭവനത്തെക്കുറിച്ചോർത്ത് ഭയപ്പെടേണ്ടതില്ല. വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ടതുമില്ല. നിങ്ങൾ വിട്ടേച്ചു വന്ന കുടുംബത്തെ, പ്രിയപ്പെട്ടവരോർത്ത് ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ, സന്തോഷിച്ചോളൂ. ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുഖേന സന്തോഷിച്ചോളൂ. നോക്കൂ, പുതിയ ലോകത്തേക്ക് എത്തുന്ന മുഅ്മിനിന് ആശ്വാസവാക്കുകളുമായി മലായികത്ത് വരികയാണ്. നഹ്നു ഔലിയാഉക്കും, ഞങ്ങളാണ് നിങ്ങളുടെ മിത്രങ്ങൾ. ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നതെല്ലാം ഉണ്ടാകും. വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഉണ്ടാകും. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായ, ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചൊരിയുന്നവനുമായ റബ്ബിന്റെ വിരുന്നാകുന്നു അത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആ സന്തോഷ വാർത്ത കേൾക്കുന്ന മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെയുള്ളവരാണ് അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും എന്നിട്ട് ദീനിൽ നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്തവർ. അവർക്ക് ദുഃഖമില്ല, അവർക്ക് ഭയമില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗക്കാർ. സ്വർഗം നേടിയവർ അവരാണ്. പരലോകത്തെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭവനമായ അവനെല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷവും നിറച്ചു വച്ചിട്ടുള്ള, ഒരിക്കലും മടുപ്പു തോന്നാത്ത, മരണമോ രോഗമോ ദുഃഖമോ പ്രയാസമോ നീങ്ങിപ്പോകണമെന്ന ചിന്തയോ മടുപ്പോ ഒന്നും അനുഭവപ്പെടാത്ത, ഒരു പ്രയാസങ്ങളുമില്ലാത്ത, എല്ലാ ആശ്വാസവും നിറഞ്ഞ സ്വർഗം അതാണ് അവർക്കുള്ളത്. ഖാലിദീന ഫീഹാ, അവരവിടെ ശാശ്വതരായിരിക്കും. അവിടെ മരണമില്ല, അവിടുന്ന് പുറത്താക്കുകയില്ല, തിരിച്ച് ഒരു മടക്കമില്ല. അവിടെയുള്ള സുഖങ്ങൾ മടുത്തു പോവുകയോ കുറഞ്ഞു പോവുകയോ ഇല്ല, മറിച്ച് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണിത്. അവരുടെ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ അമലിന് അല്ലാഹു നൽകിയിട്ടുള്ള ശ്രേഷ്ഠമായ പ്രതിഫലമാണ് സ്വർഗമെന്ന് പറയുന്നത്. നോക്കൂ, ശേഷം അല്ലാഹു പറയുന്നത് വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവദഅത്ഹു കുർഹാ വഹംലുഹു വഫിസാലുഹു
30 شهرا ووصينا الإنسان തീർച്ചയായും നാം മനുഷ്യന് വസിയത്ത് നൽകിയിരിക്കുന്നു, നാം മനുഷ്യനെ ശക്തമായി ഉപദേശിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു. ബിവാലിദൈഹി അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഇഹ്സാനൻ അവർക്ക് നന്മ ചെയ്യണം എന്ന് ഖുർആനിൽ അല്ലാഹു പല സന്ദർഭങ്ങളിൽ ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറഞ്ഞതിന്റെ കൂടെ റബ്ബ് പറഞ്ഞ കാര്യമാണ് മാതാപിതാക്കളോടുള്ള ബാധ്യത. വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽവാലിദൈനി ഇഹ്സാനാ. സൂറത്തുൽ ഇസ്റായിൽ അല്ലാഹു പറഞ്ഞു, വഖദാ റബ്ബുക നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. വബിൽവാലിദൈനി ഇഹ്സാനാ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നും. അതുപോലെ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറഞ്ഞു, അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. എനിക്ക് നീ നന്ദി കാണിക്കുക, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കുക. അള്ളാഹുവിനോടുള്ള ബാധ്യത പറഞ്ഞ ഉടനെ മാതാപിതാക്കൾക്കുള്ള അവരോടുള്ള ബാധ്യത അള്ളാഹു ഉണർത്തി. കാരണം ഈ ദുനിയാവിൽ നമ്മൾ ജനിക്കുവാനുണ്ടായ കാരണക്കാർ യഥാർത്ഥത്തിൽ അവരാണ്. അവർ മുഖേനയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഈ ലോകത്ത് ജീവിതം നൽകിയിട്ടുള്ളത്. അവരോടുള്ള ബാധ്യത വളരെ വലുതാണ്. ഇഹ്സാൻ അവർക്ക് ചെയ്യുക. ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീതം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അദമുൽ ഇഹ്സാൻ നന്മ ചെയ്യാതിരിക്കുക, രണ്ടാമത്തെ അൽ ഇസാഅ ദ്രോഹം ചെയ്യുക, മോശമായത് ചെയ്യുക. ഇത് രണ്ടും ഇഹ്സാനിന് വിരുദ്ധമാണ്. അത് രണ്ടും വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമെല്ലാം അവർക്ക് നന്മ ചെയ്യുകയും വാക്കിലോ പ്രവൃത്തിയിലോ അവർക്ക് പ്രയാസകരമാകുന്ന ഒന്നും വരാതിരിക്കുകയും വേണം. അതാണ് സൂറത്തുൽ ഇസ്റായിൽ ആയത്തിൽ അല്ലാഹു കൽപ്പിച്ചത്, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽവാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. അവർ രണ്ടുപേരും അല്ലെങ്കിൽ അവരിൽ ഒരാൾ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ നീ അവരോട് ഉഫ് ഛേ എന്ന് പോലും പറയരുത്. നാവ് കൊണ്ടുള്ള ഒരു ചെറിയ നിന്റെ ശബ്ദം കൊണ്ടുള്ള ഒരു ഇസാഅത്ത്, ഒരു മോശമായ വാക്ക് അതുപോലും ചെയ്യരുത്. അപ്പൊ പിന്നെ ബാക്കിയുള്ള അതിന്റെ മുകളിലുള്ള ദ്രോഹം, അതിനു മുകളിലുള്ള മോശമായ വാക്കുകളും പ്രവർത്തികളും അതിന്റെ ഗൗരവം എത്രയായിരിക്കും? അതുകൊണ്ട് ദ്രോഹമരുത്. വല തൻഹർഹുമ അവരെ വിരട്ടരുത്. മറിച്ച് വഖുൽ ലഹുമ ഖൗലൻ കരീമ മാന്യമായ വാക്ക് മാത്രം നീ അവരോട് പറയുക. അപ്പോൾ ഏറ്റവും നല്ലത് മാത്രമേ അവരോട് പറയാവൂ, ഏറ്റവും മാന്യമായ രൂപത്തിൽ മാത്രമേ പെരുമാറാവൂ. വഖ്ഫിദ് ലഹുമ ജനാഹ അദ്ദുല്ലി മിനർ റഹ്മ കാരുണ്യത്തിന്റെ വിനയത്തിന്റെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കുക. വഖുർ റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ വഖുൽ നീ ദുആ ചെയ്യുക, നീ പറയുക റബ്ബിർഹംഹുമ എൻ്റെ റബ്ബെ അവർക്കിരുവർക്കും നീ റഹ്മത്ത് ചൊരിയണമേ. കമാ റബ്ബയാനി സഗീറ അവരെന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ. അഥവാ എത്ര തന്നെ നന്മ ചെയ്താലും അവർ ചെയ്തതിന് പകരമാവുകയില്ല. ഒരു സഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം കാണുകയാണ് ഒരാൾ തൻ്റെ ഉമ്മയെ ചുമലിൽ ചുമന്നുകൊണ്ട് തവാഫ് നിർവഹിക്കുന്നത്. ചുമലിലേറ്റിയിട്ട് തവാഫ് ചെയ്യുകയാണ് ഒരാൾ തൻ്റെ ഉമ്മയെ. മറ്റദ്ദേഹം ഈ സഹാബിയെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്? ഞാൻ എൻ്റെ ഉമ്മക്ക് മുകാഫഅത്ത് നൽകിയോ? അഥവാ ഉമ്മ എനിക്ക് നൽകിയ നന്മകൾക്ക് ഞാൻ പകരം ചെയ്തില്ലേ എന്ന് ചോദിച്ചു. ഈ സഹാബി പറഞ്ഞു, ഇല്ല, ഒരു നെടുവീർപ്പിന് പോലും പകരമായില്ല. നിനക്ക് വേണ്ടി ഉമ്മ അവർ ചെയ്തിട്ടുള്ള ഒരു നെടുവീർപ്പ്, അവരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നെടുവീർപ്പ് അതിനുപോലും പകരമായിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത്രയും വലിയ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളും തൻ്റെ മാതാപിതാക്കൾക്ക് പകരം അവർ ചെയ്ത നന്മക്ക് പകരം ചെയ്യാൻ സാധ്യമല്ല, ഒരൊറ്റ സന്ദർഭത്തിലൊഴികെ. അതായത് ഒരാൾ തൻ്റെ മാതാപിതാക്കളെ അടിമകളായി കാണുകയാണ്, വേറൊരാളുടെ അടിമകളായി കാണും. ഈ മകൻ അവരെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു. എങ്കിലല്ലാതെ മാതാപിതാക്കൾക്ക് അവർ ചെയ്ത
നന്മക്ക് പകരം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അവനാണ് അവർക്കുള്ള പ്രതിഫലം നൽകേണ്ടത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അവരോട് ചെയ്യാവുന്ന വലിയ ഇഹ്സാനാണ്, അവർക്ക് ചെയ്യാവുന്ന വലിയ നന്മയാണത്. എന്നിട്ട് നോക്കൂ, ഈ ആയത്തിൽ അല്ലാഹു ഉമ്മയുടെ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവദഅത്ഹു കുർഹാ. ഹമലത്ഹു, അവനെ ഹംല് ചുമന്നു അഥവാ അവനെ ഗർഭം ചുമന്നിരിക്കുന്നു. ഉമ്മുഹു, അവന്റെ ഉമ്മ അഥവാ മനുഷ്യൻ അവന്റെ ഉമ്മ ഗർഭം ചുമന്നിരിക്കുന്നു. കുർഹൻ, പ്രയാസത്തോടെ. വവദഅത്ഹു കുർഹാ, പ്രസവിച്ചിരിക്കുന്നു. കുർഹൻ, പ്രയാസത്തോടെ. വഹംലുഹു, അവന്റെ ഗർഭം ചുമക്കലും. വഫിസാലുഹു, അവന്റെ മുലയൂട്ടി വളർത്തലും. 30 ശഹറ, ആകെ 30 മാസമാണ്. ഇവിടെ 3 കാര്യം ഉമ്മയുടെ പ്രത്യേകതയായി അല്ലാഹു സുബ്ഹാനഹു വതആല ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഒന്ന് ഹംൽ, ഗർഭധാരണം. 2 വദ, പ്രസവം. 3 ഫിസാൽ, മുലയൂട്ടി വളർത്തുക. 3 കാര്യങ്ങൾ ഇതിൽ യഥാർത്ഥത്തിൽ ഉമ്മ മാത്രം അനുഭവിക്കുന്ന കാര്യമാണിത്. ഈ പ്രയാസം ഉപ്പ സഹിക്കുന്നില്ല. പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ഉമ്മയുടെ കാര്യം പറഞ്ഞതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് ഇതാണ്. എന്താണ്? മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബതി, അല്ലെങ്കിൽ മൻ അബർ, ആരോടാണ് ഞാൻ ഏറ്റവും നന്മ ചെയ്യേണ്ടത്, ആരോടാണ് ഏറ്റവും നന്നായി ഞാൻ സഹവസിക്കേണ്ടത് എന്ന ചോദ്യത്തിന് മുആവിയ ഇബ്നു ഹൈദ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉമ്മക്ക്, നിന്റെ ഉമ്മയോട്, വീണ്ടും നിന്റെ ഉമ്മയോട്, വീണ്ടും നിന്റെ ഉമ്മയോട്. 3 തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. 4ാമത്തെ തവണ അബാക്ക്, നിന്റെ പിതാവിനോട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ കാര്യം ഉണർത്തിയതിന്റെ പിന്നിൽ ഉള്ള ഹിക്മത്ത് ഇതാണ്. കാരണം ഈ 3 കാര്യത്തിൽ ഉമ്മക്ക് മാത്രമേ പങ്കുള്ളൂ. ഉമ്മയാണ് ഈ പ്രയാസം സഹിക്കുന്നത്. ഗർഭധാരണം, അതുപോലെ പ്രസവം, അതുപോലെ മുലയൂട്ടി വളർത്തുക എന്നത്. അല്ലാഹു പറയുന്നു, ഹമലത്ഹു ഉമ്മുഹു, അവന്റെ ഉമ്മ ഗർഭം ചുമന്നിരിക്കുന്നു. കുർഹൻ, പ്രയാസത്തോടെ. അഥവാ ഗർഭധാരണത്തിന്റെ പ്രയാസങ്ങൾ ഉമ്മ സഹിക്കും. ആ ഭാരം ചുമന്ന് നടക്കുക, അതുകൊണ്ടുണ്ടാകുന്ന ശാരീരികമായ അസ്വസ്ഥതകൾ, ഒരുപാട് പ്രയാസങ്ങൾ അവർ സഹിക്കുന്നു. ഇമാം ഇബ്നു കസീർ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ ധാരാളക്കണക്കിന് പ്രയാസങ്ങൾ അവർക്ക് ഗർഭസമയത്തുണ്ടാകുന്നു. അവർക്ക് ഭക്ഷണം പലതും അവർക്ക് ദഹിക്കുകയില്ല, അല്ലെങ്കിൽ അത് ഛർദ്ദിച്ചു പോകും. ധാരാളം പ്രയാസങ്ങൾ ഈ ഗർഭസമയത്ത് അവർ സഹിക്കുന്നു. അതുപോലെ കുർഹ, പ്രസവ സമയത്തു അവനെ പ്രസവിച്ചിട്ടുള്ളതും കുർഹൻ, പ്രയാസത്തോടെയാണ്. പ്രസവവേദന, അതിൻ്റെ മുമ്പും ശേഷവുമുള്ള പ്രയാസങ്ങൾ, ഇതെല്ലാം ഉമ്മ സഹിക്കുന്നു. എന്നു മാത്രമാണോ, ഈ കുഞ്ഞിനെ കൊണ്ട്, കുഞ്ഞു കാരണത്താൽ അതിനെ വളർത്താൻ ഉണ്ടാകുന്ന പ്രയാസം അത് 1-2 ദിവസം കൊണ്ട് തീരുന്നില്ല. അത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തീരുന്നതല്ല, മറിച്ച് അത് നീണ്ടു നിൽക്കുന്ന പ്രയാസമാണ്. അത് വളരെ സുദീർഘമായ ഒരു പ്രയാസമാണ്. അല്ലാഹു പറയുന്നു, വഹംലുഹു, അവന്റെ ഗർഭധാരണവും, വഫിസാലുഹു, അവന്റെ മുലയൂട്ടൽ കാലവും, 30 ശഹറ, 30 മാസമാകുന്നു. നോക്കൂ, ഇവിടെ അല്ലാഹു 30 മാസം എന്ന് പറഞ്ഞു. അതുപോലെ സൂറത്തു അൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, വൽവാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റദാഅ. ഉമ്മമാർ മക്കളെ മുലയൂട്ടേണ്ടതാണ്. ഹൗലൈനി കാമിലൈൻ, 2 പൂർണ്ണമായ വർഷങ്ങൾ. ലിമൻ അറാദ അൻ യുതിമ്മ റദാഅ, മുലയൂട്ടൽ കാലം പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഉമ്മമാർ, മുലയൂട്ടൽ കാലം പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഉമ്മമാർ. അതുപോലെ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറഞ്ഞു, വഫിസാലുഹു ഫി ആമൈൻ, വഫിസാലുഹു ഫി ആമൈൻ, അവന്റെ മുലയൂട്ടൽ കാലം, കുഞ്ഞിനെ മുലയൂട്ടുന്ന കാലം 2 വർഷമാണ്. ഇവിടെയോ മുലയൂട്ടുന്ന കാലവും ഗർഭകാലവും ഒരുമിച്ച് അല്ലാഹു പറഞ്ഞു 30 മാസമാണ് അത് എന്ന്. ഇതിൽ നിന്ന് സഹാബിമാർ റളിയല്ലാഹു അൻഹും അവർ പറഞ്ഞത് കാണാം, ഇതിൽ നിന്ന് കിട്ടും ഏറ്റവും കുറഞ്ഞ ഗർഭകാലം അത് 6 മാസമാണ്. ഏറ്റവും കുറഞ്ഞ ഗർഭകാലം 6 മാസമാണ്. അതിനു മുൻപ് 6 മാസം പൂർത്തിയാകുന്നതിന് മുൻപ് ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് ഒരു കാരണവശാലും അത് ജീവിക്കുകയില്ല. അതേസമയം 6 മാസം എത്തിയാൽ
6 മാസമെങ്കിലും എത്തിയാൽ അത് ജീവിക്കാൻ സാധ്യതയുണ്ട്. അതിന് പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞിനെ അഥവാ അവന് ജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം വളരുന്ന രൂപത്തിൽ ജനിക്കുക. ഏറ്റവും ചുരുങ്ങിയത് അതിനുള്ള കാലം 6 മാസമാണ്. കാരണം 30 മാസം എന്ന് രണ്ടും കൂടി 30 മാസമാണെന്ന് അള്ളാഹു പറഞ്ഞു. മുലയൂട്ടൽ കാലം 2 വർഷമാണെന്നും പറഞ്ഞു. 2 വർഷത്തിൽ എത്ര മാസമുണ്ട്? 24 മാസം. അപ്പൊ 30-ൽ നിന്ന് 24 കുറച്ചാൽ 6 മാസം. 6 മാസമാണ് ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ കലാമാണിത്. അതിൽ യാതൊരു അബദ്ധവും സംഭവിക്കുകയില്ല. അതുകൊണ്ട് യഥാർത്ഥ മനുഷ്യൻ കണ്ടുപിടിക്കുന്ന യഥാർത്ഥ വിജ്ഞാനം, യഥാർത്ഥ ശാസ്ത്രം അതൊരിക്കലും അള്ളാഹുവിന്റെ കലാമിനോട് എതിരാവുകയില്ല. അള്ളാഹുവിന്റെ കലാമിനെതിരായി ഏതെങ്കിലും ശാസ്ത്ര പഠനങ്ങൾ ഇങ്ങനെ തെളിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ അത് സ്വീകരിക്കുകയില്ല. അതവൻ തള്ളിക്കളയും. സദഖല്ലാഹ്, അള്ളാഹു പറഞ്ഞത് സത്യമാണ്, ഇവർ ഈ കണ്ടുപിടിച്ചത് കളവാണ് എന്ന് നമ്മൾ പറയും. അതാണ് മുഅ്മിന്റെ നിലപാട്. അതാണ് മുഅ്മിനിന്റെ നിലപാട്. എന്നാൽ അള്ളാഹുവിന്റെ കിതാബിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടും യോജിച്ച് ശാസ്ത്രം വന്നാൽ അത് ശാസ്ത്രത്തിന് നല്ലതാണ്. അത് ശാസ്ത്രത്തിന് നല്ലതാണ്. അല്ലാതെ ഇങ്ങോട്ട് വെച്ചിട്ടല്ല നമ്മൾ തെളിവ് പിടിക്കുക. മറിച്ച് ഇങ്ങനെ അങ്ങോട്ടേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ തെളിവ് പിടിക്കുക. യഥാർത്ഥ ശാസ്ത്രം അതൊരിക്കലും അള്ളാഹുവിന്റെ ദീനിന് എതിരാവുകയില്ല. താൽക്കാലികമായ പഠനങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണമല്ലാത്ത പഠനങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ശാസ്ത്രം എന്നത് മനുഷ്യൻ അവൻ നോക്കി കണ്ടുപിടിക്കുന്ന അവന്റെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അവൻ എത്തുന്ന നിഗമനങ്ങളാണ്. അത് തെറ്റാം. കാരണം അവന്റെ ബുദ്ധിക്ക്, അവന്റെ കണ്ണിന്, കാതിനൊക്കെ പരിധിയുണ്ട്. അവന്റെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ എത്തുന്ന നിഗമനങ്ങളാണ് ശാസ്ത്രം. അത് തെറ്റാം. അള്ളാഹുവിന്റെ കലാം തെറ്റുകയില്ല. അള്ളാഹുവിന്റെ കലാം തെറ്റുകയില്ല. ഈ വിഷയത്തിൽ വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് പറയുന്ന കാര്യം തന്നെയാണ്. ഒരു കുഞ്ഞിന്റെ ഏറ്റവും ചുരുങ്ങിയത് 6 മാസം ഉണ്ടാകണം. അതിനു മുൻപേ പ്രസവിച്ചാൽ അത് ജീവിക്കുകയില്ല. എന്നാൽ 6 മാസം അത് പൂർത്തിയായി ജനിക്കുന്ന കുഞ്ഞ് അത് ജീവിക്കാൻ സാധ്യതയുണ്ട്. ഇത്ര മാസങ്ങൾ കൊണ്ട് അത് 9 മാസം തികഞ്ഞ് പ്രസവിച്ച കുഞ്ഞിന്റെ അതേ നിലവാരത്തിലേക്ക് ഈ കുഞ്ഞിന്റെ ശരീര വളർച്ച എത്തും എന്ന് ആധുനിക വൈദ്യശാസ്ത്രം അത് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നു. നമ്മൾ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചു. അവർ എന്തു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സദഖല്ലാഹ്, അള്ളാഹു പറഞ്ഞത് സത്യമാണ്. എന്തിന് സഹോദരങ്ങളെ, നമ്മുടെ അനുഭവം, നമ്മുടെ ചിലരുടെ വ്യക്തിപരമായ അനുഭവം അത് അള്ളാഹുവിന്റെ കിതാബിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും എതിരായി വന്നാൽ അനുഭവം തെറ്റാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അനുഭവമാണ് തെറ്റിയത്, അള്ളാഹിന്റെ കലാമ് തെറ്റുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ സഹോദരൻ വയറിളക്കമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഖിഹി അസല, അവന് തേൻ കൊടുക്കും. ഇദ്ദേഹം പോയി തേൻ കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയണം, നബിയെ, വയറിളക്കമാണ്, രോഗം കുറയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്ഖിഹി അസല, തേൻ കൊടുക്കുക. അയാൾ പോയി വീണ്ടും തേൻ കൊടുത്തിട്ട് വന്നു, രോഗം മാറുന്നില്ല. നബിയെ, വയറിളക്കമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ഖിഹി അസല, തേൻ കൊടുക്കുക. 3 or 4 തവണ ഇദ്ദേഹം ഇതുപോലെ വന്നു. പിന്നുണ്ടല്ലോ ഇദ്ദേഹത്തിന് സംസാരത്തിൽ എന്തോ ഒരു മാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. നബിയെ, മാറുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സദഖല്ലാഹ് വകദബ ബത്നു അഖീക്, അള്ളാഹു പറഞ്ഞത് സത്യമാണ്, നിന്റെ സഹോദരന്റെ വയറ് കളവ് പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ഒരാളുടെ അനുഭവമാണ്. അള്ളാഹു തേനിനെ കുറിച്ച് ഫീഹി ശിഫ, അതിൽ ശിഫ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ കലാമ് സത്യമാണ്. കളവ് പറഞ്ഞ നിന്റെ സഹോദരന്റെ വയറാണ്. വീണ്ടും കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹം വീണ്ടും കൊടുത്തു. ഫബരി, സുഖപ്പെട്ടു. ബുഖാരി ഉദ്ധരിച്ച സഹീഹുൽ ബുഖാരിയിൽ ഹദീസാണ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞത് സത്യമാണ്. അത് ചിലപ്പോൾ ഏതെങ്കിലും കാരണത്താൽ ഒരാൾക്ക് അതിനെതിരായ അനുഭവം ഉണ്ടെങ്കിൽ അത് അതിൻ്റെതായ കാരണം അതിനുണ്ടാകും. കാരണം മരുന്ന് എന്ന് പറയുന്നത് അത് ഫലിക്കുക, അത് ആ മരുന്ന് എവിടേക്കാണോ ചെല്ലുന്നത് ആ ശരീരം അത് സ്വീകരിക്കണം.
അതിന് മറ്റുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് സ്വീകരിക്കുന്ന ശരീരമായിരിക്കണം. അല്ലാതെ ഒരു മരുന്നും ഫലപ്പെടുകയില്ല, ഒരു മരുന്നും ഫലപ്പെടുകയില്ല. മറ്റുള്ള പല കാരണങ്ങളും അതിന് ഉണ്ടായേക്കാം. ജനങ്ങളുടെ ഭക്ഷണ രീതി, അവരുടെ ശരീരത്തിന്റെ പ്രകൃതി, അത് തലതിരിഞ്ഞു പോയിട്ടുണ്ടാകാം ചിലരുടേത്. ഇപ്പോൾ ശരിയായ ഏറ്റവും നല്ല മരുന്ന് പോലും അവർക്ക് ഫലപ്പെടണമെന്നില്ല. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കലാം അത് സത്യമാണ്. അതിന് എതിരായ എന്തെങ്കിലും അനുഭവങ്ങൾ താൽക്കാലികമായി നമുക്കുണ്ടായെങ്കിൽ അത് താൽക്കാലികമായ ചില പ്രഹേളികൾ മാത്രമാണ്, അല്ലാതെ അതിന് യാഥാർത്ഥ്യമില്ല. അള്ളാഹുവിന്റെ കലാമാണ് സത്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് സത്യം. അല്ല, നന്നായി പഠിച്ചാൽ, നന്നായി ആഴത്തിലിറങ്ങിയാൽ, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കലാം അത് ഹർഫം ബി ഹർഫ്, ഒരക്ഷരത്തിന് പോലും വ്യത്യാസമില്ലാതെ സത്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അതിൽ ഒരക്ഷരത്തിന് പോലും വ്യത്യാസമില്ലാതെ സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ബോധ്യപ്പെട്ടില്ലേ നമുക്കെന്തെങ്കിലും തകരാറുണ്ട് ഏതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഫഹമിൽ നമ്മൾ മനസ്സിലാക്കിയത് തെറ്റാണ്, നമ്മുടെ അറിവിൽ പോരായ്മയുണ്ട്, നമ്മുടെ നിരീക്ഷണങ്ങളിൽ അതിൽ അപൂർണതയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അള്ളാഹുവിന്റെ കലാം ഒരിക്കലും തെറ്റുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകൾ ഒരിക്കലും അബദ്ധം അതിൽ ഉണ്ടാവുകയില്ല. എങ്ങനെ ഉണ്ടാകേണ്ടത്? അള്ളാഹുവിന്റെ കലാമാണ്. ഈ പ്രപഞ്ചം അത് അള്ളാഹുവിന്റെ ആയത്താണെങ്കിൽ ഇതും അള്ളാഹുവിന്റെ ആയത്താണ്. അള്ളാഹുവിന്റെ ആയത്തും അള്ളാഹുവിന്റെ മറ്റൊരായത്തും തമ്മിൽ എങ്ങനെ എതിരാകും? ഈ പ്രപഞ്ചം അത് അള്ളാഹുവിന്റെ ആയത്താണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിന്റെ കലാം അവന്റെ ദൃഷ്ടാന്തമാണ്. ഇതെങ്ങനെ പരസ്പരം എതിരാകും? ഒരിക്കലും എതിരാവുകയില്ല, ഒരിക്കലും എതിരാവുകയില്ല. നിന്റെ റബ്ബിന്റെ വാക്ക് അത് പരിപൂർണമായിരിക്കുന്നു. സിദ്ഖൻ വഅദ്ലൻ, സത്യസന്ധത കൊണ്ടും നീതി കൊണ്ടും. എന്ന് പറഞ്ഞാൽ സിദ്ഖൻ ഫിൽ അഖ്ബാർ വഅദ്ലൻ ഫിൽ അഹ്കാം. ഈ കിതാബിൽ പഠിപ്പിക്കപ്പെട്ട, ഈ കിതാബിൽ നമ്മെ അള്ളാഹു അറിയിച്ചിട്ടുള്ള വിജ്ഞാനങ്ങളെല്ലാം, വിവരങ്ങളെല്ലാം പരിപൂർണമായ സത്യമാണ്. ഈ കിതാബിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വിധിവിലക്കുകളെല്ലാം പരിപൂർണമായും നീതിപൂർവകമാണ്. ഇതിലൊട്ടും അനീതിയില്ല, അതിൽ ഒരു തെറ്റുമില്ല, ഒരു കളവുമില്ല. ഇതാണ് മുഅ്മിനിന്റെ വിശ്വാസം. എന്നാൽ നമ്മൾ പറയട്ടെ, യഥാർത്ഥ ശാസ്ത്രം, യഥാർത്ഥ മനുഷ്യന്റെ യഥാർത്ഥ വിജ്ഞാനം അത് പൂർണ്ണമായ നിലക്ക് അവൻ ശരിയായ വഴിയിലൂടെയാണ് പ്രവേശിച്ചിട്ടുള്ളതെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ അത് സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുക തന്നെ ചെയ്യും. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യപ്പെടുത്തിയാലും സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിലും ഇതാണ് ഹക്ക്. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് നാൾക്ക് നാൾ മാറിക്കൊണ്ടിരിക്കും. ഇന്നലെ പറഞ്ഞല്ല ഇന്ന് പറയാം, ഇന്ന് പറഞ്ഞല്ല നാളെ പറയാം എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള പലരും പറയാറുണ്ട്, ചിലത് തെറ്റാണെന്ന് മനസ്സിലായാൽ പോലും, ചില കാര്യങ്ങൾ തെറ്റാണെന്ന് നിരീക്ഷണങ്ങളിൽ മനസ്സിലായാൽ പോലും കുറെ കാലം പുറത്തുവിടാതിരിക്കും പല ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ഏജൻസികളും. കാരണം അവർ മുമ്പേ പറഞ്ഞു വെച്ച ചില സിദ്ധാന്തങ്ങളുണ്ട്, ഇതാകെ പൊളിഞ്ഞു പുതിയ എന്തെങ്കിലും വന്നാൽ. അതുകൊണ്ട് അതൊന്നാകെ പൊളിക്കാൻ നിൽക്കുകയില്ല, കാത്തിരിക്കും. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ആളുകൾക്കുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ചിലർക്കുണ്ടാവുക ശാസ്ത്രത്തെക്കുറിച്ച് മുറിവിജ്ഞാനമാണ്, ദീനിനെ കുറിച്ചും മുറിവിജ്ഞാനമാണ്. ഇത് രണ്ടും കൂടി കൂടുമ്പോൾ ഒരു ആകെ വിവരക്കേട് ദീനിനെ കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും വളമ്പും. എന്നാൽ സഹോദരങ്ങൾ, ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, അവർക്ക് അങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുകയില്ല. ഏറ്റവും വലുത് നമ്മുടെ ഈമാനാണ്. അള്ളാഹു പറഞ്ഞത് സത്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമാണ് എന്ന നമ്മുടെ വിശ്വാസം. അള്ളാഹു പറയുന്നു, ഹത്താ ഇദാ ബലഗ അശുദ്ധ, അങ്ങനെ ഈ പിറന്നു വീണ കുഞ്ഞായി യാതൊന്നും അറിയാതെ പിറന്ന മനുഷ്യൻ അവൻ എത്തിയാൽ, ഇദാ ബലഗ അശുദ്ധഹു, അവൻ തന്റെ ശക്തി എത്തിയാൽ, അഥവാ നല്ല ആരോഗ്യമുള്ള ബലമുള്ള പ്രായമെത്തിയാൽ. നോക്കൂ, ഒരു കുഞ്ഞിനെ അതിന്റെ വളർച്ച കണ്ടിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് റബ്ബിനെ നിഷേധിക്കാൻ കഴിയുക? ഒരു കുഞ്ഞിനെ കണ്ടിട്ടുള്ള ഒരാൾ എന്തിനാണ് അതിന് കഴിവുള്ളത്? സുബ്ഹാനല്ലാഹ്, എന്തിനാണ് അതിന് ജനിക്കുമ്പോൾ കഴിവുള്ളത്? അവന്റെ കഴുത്തുപോലും നേരെ പിടിക്കാൻ അവന് സാധ്യമല്ല, ഇരിക്കാൻ കഴിയില്ല, അല്ലേ? ഒന്ന് മാറിക്കിടക്കാൻ അറിയില്ല. ഒരു തുണിയോ മറ്റോ തന്റെ മുഖത്ത് വന്ന് വീണാൽ അതുകൊണ്ട് ശ്വാസം കിട്ടാതെ അതൊന്നും പിടിച്ചു മാറ്റാൻ കൂടി അതിനറിയില്ല, അല്ലേ? ഇത്രയും ദുർബലനായ മനുഷ്യൻ പടപ്പുകളുടെ കൂട്ടത്തിൽ അതീവ ദുർബലരുടെ കൂട്ടത്തിലാണ്. ജനിക്കുമ്പോൾ തീരെ ദൗർബല്യമുള്ള, തീരെ ശക്തിയില്ലാത്ത ജന്തുക്കളുടെ കൂട്ടത്തിലാണ് മനുഷ്യന്റെ സ്ഥാനം. അത്രയും അവൻ ദുർബലനാണ്.
എന്നിട്ടതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നു. 2-3 വർഷത്തിന്റെ ഇടക്ക് മനുഷ്യനുണ്ടാകുന്ന മാറ്റം എത്രയാണ് അവന്റെ വളർച്ച. സുബ്ഹാനല്ലാഹ്. എന്നുമാത്രമോ അവന്റെ ശരീരം മാത്രമാണോ വളരുന്നത്? അവന്റെ ബുദ്ധി വികസിക്കുകയാണ്, അവന്റെ വിചാരങ്ങൾ അത് വളരുകയാണ്. പിന്നെ അതാ വലിയ വലിയ സാഹിത്യങ്ങൾ രചിക്കാൻ കഴിവുള്ള, വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിവുള്ള മനുഷ്യനായി അവൻ മാറുകയാണ്. ആരാണ് അവനെ വളർത്തിക്കൊണ്ടുവന്നത്? وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. وضرب لنا مثلا, അവൻ നമുക്ക് ഉദാഹരണം പറയുന്നു. ونسي خلقه, സ്വന്തം പടപ്പിനെ കുറിച്ച് അവൻ മറന്നുപോയി, സ്വന്തത്തെ കുറിച്ച് അവൻ മറന്നുപോയി. അവൻ ചോദിക്കുന്നു, قال ومن يحيي العظام وهي رميم, എല്ലുകൾ നുരുമ്പിപ്പോയതിനു ശേഷം ആരാണ് അതിനെ വീണ്ടും ജീവിപ്പിക്കുക? قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. പറയുക, അതിനെ ആദ്യം പടച്ചവനാരോ അവനാണ് അതിനെ രണ്ടാമതും ജീവിപ്പിക്കുക. അവരെല്ലാ പടപ്പുകളെ കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവനാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു യാതൊന്നും അറിയാത്തവരായ നിലയിൽ. ഒന്നും അറിയില്ല. അതിന്റെ അകത്ത് കിടന്ന അവസ്ഥ എന്തായിരുന്നു? എവിടെയാണ് അവൻ കഴിഞ്ഞത്? ആരാണ് അവൻ അന്നമേകിയത്? ആരാണ് അവന് പോഷണമേകിയത്? ആരാണ് അവനെ ഉമ്മയുടെ വയറ്റിൽ സംരക്ഷിച്ചത്? എന്നിട്ട് അവൻ എവിടത്തേക്കാണ് പുറത്തു വന്നത്? സുബ്ഹാനല്ലാഹ്. ഏത് ലോകത്ത് നിന്ന് ഏത് ലോകത്തേക്കാണ് വന്നത്? കഴിഞ്ഞിരുന്ന ലോകമേത്? എത്ര ചെറിയ ഉമ്മയുടെ ഗർഭപാത്രം, അതിലാണ് അവൻ കഴിയുന്നത്. അതാണ് അവന്റെ ലോകം. അവിടെ സൂര്യൻ ഉദിക്കുന്നില്ല, അവിടെ ചന്ദ്രൻ ഉദിക്കുന്നില്ല, അവിടെ കാറ്റില്ല, മഴയില്ല, പുഴകളോ കടലോ സമുദ്രമോ മരങ്ങളോ ഒന്നുമില്ല. ചിലർ പറയാറുണ്ട്, അവനോട് ആർക്കെങ്കിലും പുറത്തുനിന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ, അവനത് കേൾക്കുമായിരുന്നെങ്കിൽ, ഏതാനും മാസം കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്, ഇവിടെ ഇന്ന സംഗതികളൊക്കെ ഉണ്ട്, പ്രവിശാലമായ ഭൂമി, കണ്ടിട്ടില്ലല്ലോ നീ ഭൂമി, ഈ ഭൂമിയിലേക്കാണ് നീ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിശാലമായ ഭൂമിയിലേക്ക് നീ വരാൻ പോകുന്നവനാണ് എന്ന് പറഞ്ഞാൽ, ഈ നാട്ടിലെ ഭൂമിയിൽ ഇപ്പോഴുള്ള യുക്തിവാദികളുടെ നിലവാരത്തിലാണ് ആ കുഞ്ഞെങ്കിൽ എന്തു പറയണം? ഹേയ്, ഇതിനപ്പുറത്ത് വേറൊരു ലോകമോ? ആരാണ് കണ്ടത്? ആരെയും പോയി തിരിച്ചു വന്നിട്ടുണ്ടോ ഇങ്ങോട്ട് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിന് മറുപടി പറയേണ്ടത്? എന്നതുപോലെ സഹോദര, ഇവിടെ നിന്ന് നീ മരിച്ചുപോയാൽ ഇതിന്റെ അപ്പുറത്ത് ഇതിനേക്കാൾ വിശാലമായ, എത്രയോ വിശാലമായ പരലോകമുണ്ട്. അത് നിന്നെ പഠിപ്പിച്ചത് ഒരിക്കലും കളവ് പറയാത്ത അള്ളാഹുവിന്റെ റസൂലുകളാണ്. അള്ളാഹുവിന്റെ മുഴുവൻ നബിമാരും റസൂലുകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ കിതാബിലൂടെ അത് വിവരിക്കപ്പെട്ടിരിക്കുന്നു അവിടെ എന്താണുള്ളതെന്ന്. നീ ഈ ലോകം എങ്ങനെയെങ്കിലും ജീവിച്ച് ഈ ജീവിതം തീർക്കേണ്ടവനല്ല, മറിച്ച് അള്ളാഹുവിനു വേണ്ടി അവന്റെ ദീനനുസരിച്ച് കഴിയേണ്ടവനാണ്. ഹത്ത ഇദാ ബലഗ അശുദ്ധ, അവനവന്റെ ശക്തി പ്രാപിച്ചാൽ നല്ല പ്രായമെത്തിയാൽ ഖവിയ വശബ്ബ വർതജൽ, ഇബ്നു കസീർ പറയുകയാണ്, അവൻ ശക്തി പൂണ്ടു, യുവാവായി, ഒരു പുരുഷനായി. എന്നിട്ടോ ബലഗ 40 സന, എന്നിട്ട് പിന്നെ അവന് 40 വയസ്സും എത്തിയാൽ. ഒരു മനുഷ്യന്റെ 40ാമത്തെ വയസ്സ് എന്നത് പൊതുവെ കമാലുൽ ഇദ്റാഖിന്റെ പ്രായമാണത്. കാര്യങ്ങളെല്ലാം ഏറ്റവും കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന യുവത്വത്തിന്റെ ആവേശമോ അമിതമായ ആവേശമോ വാർദ്ധക്യത്തിന്റെ കാഴ്ചയിലും കേൾവിയിലും അതുപോലെ ചിന്താശേഷിയിലും ഒക്കെയുള്ള ദൗർബല്യമോ ഇല്ലാത്ത ഏറ്റവും കൃത്യമായ ഇദ്റാഖുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള പ്രായമാണ് 40 എന്ന് പറയുന്നത്. പിന്നീട് അവന്റെ ചിന്തയും അതുപോലെ അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളും അവന്റെ നിലപാടുമൊക്കെ മാറാൻ ബുദ്ധിമുട്ടാണ് എന്നുവരെ ചിലർ പറഞ്ഞത് കാണാം. 40 ശേഷം പിന്നെയുള്ള മാറ്റം എന്നത് അത് പ്രയാസകരമായ കാര്യമാണ് എന്നതുവരെ, അപൂർവമാണ് എന്നതുവരെ ചിലർ പറഞ്ഞത് കാണാം. വലിയ പരിശ്രമം അതിനുശേഷം വേണ്ടതുണ്ട്. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെല്ലാം പ്രായമെത്തിയതിനു ശേഷം ഇസ്ലാം സ്വീകരിച്ചവരും ഖുർആൻ പഠിച്ചവരും ഒക്കെയാണ്. അതുകൊണ്ട് നിരാശപ്പെടരുത്. വലിയ പ്രായമെത്തിയതിനു ശേഷം ഇസ്ലാം സ്വീകരിച്ച
ജീവിതം ഒന്നാകെ മാറിയ ആളുകളുണ്ട്. പക്ഷേ അതിനു മുമ്പ് ജീവിതം നന്നാക്കിയെടുക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നു മാത്രമല്ല അള്ളാഹു പറയുകയാണ് വബലഗ 40 സന, അവന് 40 വയസ്സുമെത്തിയാൽ ഖാല, മുഅ്മിനായ ഒരാളാണെങ്കിൽ അയാൾ പറയും റബ്ബി, എൻ്റെ റബ്ബേ, ഔസിഅനി, അള്ളാഹുവേ നീ എനിക്ക് ഓർമ്മ നൽകണമേ, നീ എനിക്ക് ചിന്തയുണ്ടാക്കണമേ, നീ എന്നെ പ്രേരിപ്പിക്കണമേ, അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ, അൻ അഷ്കുറ, ശുക്ർ ചെയ്യാൻ, ഞാൻ നന്ദി കാണിക്കാൻ, നിഅമതക അല്ലതി അൻഅംത അലൈ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക്, വഅലാ വാലിദൈ, എന്റെ മാതാപിതാക്കൾക്കും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ റബ്ബേ നീ എന്നെ പ്രേരിപ്പിക്കണമേ. നന്ദി കാണിക്കാനുള്ള സഹായവും നൽകേണ്ടത് റബ്ബാണ്. അത് റബ്ബിന്റെ വേറൊരു അനുഗ്രഹമാണ്, നന്ദി കാണിക്കേണ്ട വേറൊരു അനുഗ്രഹമാണ്. ഇമാം ശാഫിഈ പറഞ്ഞതുപോലെ അള്ളാഹുവിന് നാം ഏത് ശുക്ർ ചെയ്താലും ആ ശുക്ർ ചെയ്യേണ്ട വേറൊരു നിഅമത്താണ്. ആ ശുക്ർ എന്നത് ശുക്ർ ചെയ്യേണ്ട മറ്റൊരു നിഅമത്താണ്. വഅൻ അഅമല സാലിഹൻ തർദാഹു, അല്ലാഹുവേ വഅൻ അഅമല സാലിഹൻ, സൽപ്രവർത്തനങ്ങൾ ചെയ്യാനും നീ എനിക്ക് പ്രേരണ നൽകണമേ, സഹായം നൽകണമേ. തർദാഹു, നീ തൃപ്തിപ്പെടുന്ന സൽപ്രവർത്തനങ്ങൾ. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, വഅസ്ലിഹ് ലീ, നീ എനിക്ക് നന്നാക്കി തരണമേ, നീ എനിക്ക് നന്നാക്കി തരണമേ, ദുർരിയതി, എൻ്റെ മക്കളെ. കാരണം മക്കളുടെ നന്മ അത് മാതാപിതാക്കൾക്ക് കൂടിയുള്ളതാണ്. മാതാപിതാക്കളുടെ നന്മ അത് മക്കളിലേക്കും പ്രതിഫലിക്കുന്നതാണ്. അപ്പൊ നോക്കൂ, 40 വയസ്സായാൽ സലാഹിന്, നന്മയുടെ ആളുകൾ എന്നൊക്കെ പറയാവുന്ന മക്കൾ ഈ മുഅ്മിനിനുണ്ടാകും എന്നതിനും അതിൽ സൂചനയുണ്ട്. അതായത് അവൻ അതിന് യോജിച്ച പ്രായത്തിൽ വിവാഹിതനാകണം. 40-ാമത്തെ വയസ്സിൽ ഇത് ദുആ ചെയ്യാൻ പാകത്തിൽ ഒരു നന്മയുടെ അല്ലെങ്കിൽ തിന്മയുടെ എന്നാളെന്നൊക്കെ വിശേഷിപ്പിക്കാൻ പ്രായത്തിലുള്ള മക്കൾ, ചെറിയ മക്കളല്ലല്ലോ, മറിച്ച് ആ പ്രായത്തിലുള്ള മക്കൾ അവൻ ഉണ്ടാകണമെങ്കിൽ ആ പ്രായത്തിനനുസരിച്ച് അവൻ വിവാഹിതനാകണം. അങ്ങനെ പല സൂചനകൾ യഥാർത്ഥത്തിൽ ആയത്തിലുണ്ട്. വസ്ലിഹ് ലി ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക്, അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. വ ഇന്നി മിനൽ മുസ്ലിമീൻ, റബ്ബേ ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാകുന്നു. പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, ഈ ആയത്തിൽ സൂചനയുണ്ട്, ഒരു മുസ്ലിമിന് 40 വയസ്സായാൽ അവൻ തന്റെ തൗബ പുതുക്കേണ്ടതുണ്ട്, അവൻ വീണ്ടും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ടതുണ്ട്. കാരണം ഒരു നിർണായകമായ ഒരു പ്രായമാണത്, ഒരു പ്രധാനപ്പെട്ട വയസ്സാണത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോക്കൂ, ഇങ്ങനെ മാതാപിതാക്കൾക്ക് ചെയ്ത അനുഗ്രഹം, തനിക്ക് ചെയ്ത അനുഗ്രഹം, മക്കളെ നന്നാക്കുക എന്നതൊക്കെ യോജിച്ചു വരിക, മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാവുക, അതുപോലെ തനിക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക, മക്കൾ ഇസ്ലാമിന്റെ തൗഹീദിന്റെ ആളുകളാവുക, ഇതൊക്കെ അള്ളാഹു നൽകുന്ന വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. ചിലർക്ക് അള്ളാഹു നൽകുന്ന വലിയ ഫദ്ലാണത്. അങ്ങനെ നൽകപ്പെട്ട സഹാബിമാരിൽ അങ്ങനെ നൽകപ്പെട്ട മഹാനായ സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖിന്റെ ഉമ്മയും ഉപ്പയും മുസ്ലിമീങ്ങളായിരുന്നു. അബൂ ഖുഹാഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കറിന്റെ ഉപ്പ അബൂ ഖുഹാഫ ഉസ്മാൻ, അദ്ദേഹം മുസ്ലിമായിരുന്നു. ഫത്ഹു മക്കയുടെ സമയത്ത് തലയും മുടിയൊക്കെ ആകെ നരച്ച് വെള്ള നിറത്തിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അബൂബക്കർ സിദ്ദീഖ് കൂട്ടിവരും. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഷെയ്ഖിനെ നമ്മൾ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം നോക്കൂ, അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ, നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് കൂട്ടി വന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്നിട്ട് നബിക്ക് ബൈഅത്ത് ചെയ്ത് മുസ്ലിമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞു എന്നാണ്, നബിയെ, എന്റെ ഉപ്പ മുസ്ലിമാകുന്നതിനേക്കാളും എനിക്ക് സന്തോഷം അബൂ താലിബ് മുസ്ലിമാകുന്നതായിരുന്നു. സല്ലാസ്മക്ക് വലിയ പ്രയാസമുണ്ടായ കാര്യമല്ലോ, ഉപ്പയുടെ സഹോദരൻ അബൂ താലിബ് മുസ്ലിമായിട്ടില്ല എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷം ആണ് തന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബൂ ഖുഹാഫ മുസ്ലിമായിരുന്നു. അബൂബക്കർ സിദ്ദീഖിന്റെ ഉമ്മ ഉമ്മുൽ ഖൈർ സൽമ, അവർ മുസ്ലിമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. അബൂബക്കർ സിദ്ദീഖിന്റെ മക്കളോ അവരെല്ലാവരും മുസ്ലിമീങ്ങളാണ്. ആയിഷ, സൽമ, ആയിഷ, അതുപോലെ അസ്മ, സൽമ അല്ല, സൽമ ഉമ്മയുടെ പേരാണ്. ആയിഷ, അസ്മ, അബ്ദുറഹ്മാൻ തുടങ്ങിയ, മുഹമ്മദ് തുടങ്ങിയ അബൂബക്കർ സിദ്ദീഖിന്റെ മക്കൾ മുസ്ലിമീങ്ങളായിരുന്നു, സഹാബിമാരായിരുന്നു. പോരാ, മക്കളുടെ മക്കളിലും സഹാബിമാരുണ്ട്. അസ്മാഇന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ സഹാബിയാണ്. മദീനയിൽ മുസ്ലിമീങ്ങൾ ഹിജറ പോയ ശേഷം ജനിച്ച ആദ്യത്തെ കുട്ടിയാണെന്നാണ്, മുസ്ലിമീങ്ങൾക്ക് ജനിച്ച, മുഹാജിറുകൾ ജനിച്ച ആദ്യത്തെ കുട്ടി. ഇങ്ങനെ നോക്കൂ, 4 തലമുറ സഹാബികളാവുക എന്ന ഭാഗ്യം
സഹാബിമാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖിനല്ലാതെ മറ്റൊരാൾക്ക് സഹാബികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. മാതാപിതാക്കളും മക്കളും ഒക്കെ ഇസ്ലാമിന്റെ ആളുകളാവുക. അബൂ ഖുഹാഫ, സൽമ, ഉമ്മയും അതുപോലെ മക്കളുടെ മക്കൾ, അവരിൽ വരെ സഹാബിമാർ വരെ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ വലിയ ബറക്കത്ത് അല്ലാഹു നൽകിയിട്ടുള്ള കുടുംബമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം. അതുകൊണ്ട് ഈ ആയത്തിൽ പറഞ്ഞ വാചകങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും നന്നായി യോജിക്കുമെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ചാണ് ഈ ആയത്ത് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. കാരണം ഇത് അത്രയും നന്നായി യോജിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ചില ബറക്കത്ത് നൽകപ്പെട്ട കുടുംബങ്ങൾ പിൽക്കാലത്തും ആ ഫദ്ലിനോട് ശ്രേഷ്ഠതയോട് അടുത്തെത്തുകയില്ലെങ്കിലും ഇസ്ലാം മുൻപുള്ള തലമുറയും പിന്നെയുള്ള തലമുറയും മാതാപിതാക്കളും മക്കളുമെല്ലാം അള്ളാഹുവിന്റെ ദീനിലായിരിക്കുക എന്നത് ഒരാൾക്ക് ഏറ്റവും കൺകുളിർമ നൽകുന്ന കാഴ്ചയാണ്. അതിന് ദീനിന് ഹൃദയത്തിൽ സ്ഥാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൺകുളിർമയുള്ള എന്ത് കാഴ്ചയാണുള്ളത്? തന്റെ മക്കൾ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവരാവുക, തന്റെ ബന്ധുക്കൾ, തന്റെ പിൻതലമുറ അങ്ങനെയുള്ളവരാവുക എന്നത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കുമെല്ലാം മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്കെല്ലാം ആ ഭാഗ്യം നൽകുമാറാകട്ടെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. إن شاء الله നമ്മുടെ ഈ തുടർച്ചയായി ബുധനാഴ്ചയും ഞായറാഴ്ചയും നടന്നു വരുന്ന ക്ലാസ്സുകൾ ഇനി ഇൻഷാ അല്ലാഹ് റമദാനിന് ശേഷമായിരിക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.